ഹായ് എവരിവൺ. തംബ്നെയിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്നൊരു മൂവി റിവ്യൂ ആണ്. ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ആയി ഞാൻ ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത്. മൂവിയുടെ പേര് കൂലി, ഡയറക്റ്റഡ് ബൈ ലോകേഷ് കനകരാജ് ആൻഡ് സ്റ്റാർ ബൈ നമ്മുടെ സ്വന്തം തലൈവർ രജനീകാന്തിൻ്റെ 171ാമത്തെ സിനിമ, ലോകേഷ് കനകരാജിൻ്റെ 6ാമത്തെ സിനിമ. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്റ്റാർ കാസ്റ്റുമുള്ള സിനിമ, അതാണ് കൂലി. സ്റ്റാർ കാസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഓരോ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നടിമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പറയുന്ന സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് നെഗറ്റീവ് റിവ്യൂ കേട്ടിട്ടാണ് ഞാൻ ഈ സിനിമ കാണാനായിട്ട് പോയത്. പക്ഷേ എനിക്ക് ആ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു, തീർച്ചയായും ഇഷ്ടപ്പെട്ടു. കാരണം എന്തുകൊണ്ട് ഇത്രയും നെഗറ്റിവിറ്റി, വൈ ദിസ് മച്ച് ഹേറ്റ് ഓൺ ദിസ് സിനിമ എന്നത് എനിക്ക് ശരിക്കും ഒരു ഞെട്ടൽ പോലെ തോന്നിയത്. കാരണം ആസ് എ നോർമൽ ഫാൻ, ഒരു തലൈവർ സിനിമ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കണം, അതിൻ്റെയൊക്കെയുള്ള അത്യാവശ്യമുള്ള എല്ലാ ചേരുവകളും ചേർത്ത് തന്നെയാണ് ഈ സിനിമ പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ കണ്ട തിയേറ്ററും വളരെ നല്ലൊരു തിയേറ്റർ ആയിരുന്നത് കൊണ്ടും വളരെ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്റർ ആയിരുന്നത് കൊണ്ടും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാര്യം ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ ഏറ്റവും നല്ല തിയേറ്ററുകൾ സെലക്ട് ചെയ്ത് കാണുക എന്നുള്ളതാണ്, നല്ല തിയേറ്ററുകൾ സെലക്ട് ചെയ്ത് കാണണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാര്യം നമ്മൾ ഈ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന തിയേറ്ററുകൾ നമ്മുടെ വിഷ്വൽ അല്ലെങ്കിൽ നമ്മൾ ഓഡിറ്ററി സെൻസസിനെ നന്നായിട്ട് സ്വാധീനിക്കും. കാര്യം വളരെ മോശമായിട്ടൊരു തിയേറ്ററിൽ നിങ്ങൾ നല്ലൊരു സിനിമ കണ്ടാലും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം ഒരു സാധ്യതയില്ല. സോ അതൊരു ഫാക്ടറായി എനിക്ക് തോന്നി. പിന്നുണ്ടായിരുന്ന ഒരു പ്രധാന ഫാക്ടർ, നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ, സിനിമയിൽ ഓൾമോസ്റ്റ് കഥ എന്തെന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദേവ എന്ന് പറയുന്ന ഒരു മാൻഷൻ നടത്തുന്ന ഒരു സാധാരണക്കാരായ മനുഷ്യൻ തൻ്റെ സുഹൃത്തിൻ്റെ മരണത്തെ തുടർന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതും അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളുമാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സിനിമയുടെ മ്യൂസിക് വരുന്നത് അനിരുദ്ധും അതുപോലെ തന്നെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന അൻപറിവാണ്. സിനിമോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഗിരീഷ് ഗംഗാധരൻ ആൻഡ് എഡിറ്റിംഗ് ബൈ ഫിലോമിൻ രാജ്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ത്രൂ ഔട്ട് ദ സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഈ പലരും നെഗറ്റീവ് റിവ്യൂ വന്നതിൻ്റെ കാരണമായി എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻപുള്ള ലോകേഷ് കനകരാജിൻ്റെ സിനിമകളായിട്ടുള്ള കൈദി അല്ലെങ്കിൽ വിക്രം, ലിയോ, മാസ്റ്റർ, ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങളൊരു സിനിമയിൽ മുൻവിധിയോടുകൂടി പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇത് വളരെ നല്ലൊരു സിനിമയായിട്ട് തന്നെ എനിക്ക് വരും. കാര്യം ലോകേഷ് പറഞ്ഞതുപോലെ ഇതൊരു സ്റ്റാൻഡ് അലോൺ സിനിമയായി കണ്ട് നിങ്ങൾ ഈ സിനിമ സമീപിച്ചാൽ തീർച്ചയായും നിങ്ങളെ ഒരു തരത്തിലും ഇത് നിരാശപ്പെടുത്തില്ലെന്ന് ഞാൻ തീർത്ത് പറയുന്നു. എടുത്തു പറയേണ്ട കുറച്ച് മെൻഷനിങ് കൂടിയുണ്ട്. അതിലൊന്ന് സൗബിൻ ഷാഹിറിൻ്റെ ക്യാരക്ടർ വളരെ മനോഹരമായി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാഗാർജുന, ഉപേന്ദ്ര, ശ്രുതി ഹാസൻ, ഈ എല്ലാ ഇൻഡസ്ട്രിയിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തി ഇത്തരം നല്ലൊരു സിനിമ അല്ലെങ്കിൽ ഇത്രയും നല്ല രീതിയിലൊരു സിനിമ മേക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വളരെ നല്ല ഒരു കഴിവ് തന്നെയാണ്. ലോകേഷിന് നല്ല രീതിയിലുള്ള ഒരു മേക്കിങ് ഈ സിനിമയുടെ ഒരു നട്ടെല്ലെന്ന് തന്നെ പറയാം. കാരണം ചിലയിടങ്ങളിൽ ഇതിന് ചില ഫ്ലോസ് വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ വളരെ മനോഹരമായൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ് കൂലി എനിക്ക് നൽകിയത്. സോ ഇറ്റ്സ് എ നൈസ് മൂവി. ഐ റെക്കമെൻഡ് ദിസ് മൂവി ടു യു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ സിനിമ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് തിയേറ്റർ വാച്ച് വർത്തായിരിക്കും. അതേപോലെ തന്നെ നല്ലൊരു തിയേറ്റർ സെലക്ട് ചെയ്ത് നല്ല രീതിയിലുള്ള തിയേറ്ററിക്കൽ എക്സ്പീരിയൻസോടുകൂടി ഈ സിനിമ കണ്ടാൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശ സമ്മാനിക്കുന്നതാകില്ല ഈ സിനിമയെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ആൻഡ് താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ ആൻഡ് ഐ ആം സൈനിങ് ഓഫ്.